ഇനി ഇന്നത്തെ മറ്റ് അപ്ഡേറ്റ്സ് കൂടിയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, സഫാൻ, ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരല്പം ചോപ്പിയായിട്ട് അതൊരു ലോ ടോണിൽ കൺസോൾഡേറ്റ് ചെയ്ത ഇൻഡെക്സിനായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 21,150 എന്നൊരു റേഞ്ചും 21,270 എന്നൊരു റേഞ്ചിനും ഇടയിൽ ഏകദേശം ഒരു 120ഓളം പോയിന്റ്സ് ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും നിഫ്റ്റി 50 ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഉച്ചയ്ക്ക് ശേഷം വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്നുവെങ്കിൽ പോലും ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. സോ എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ പ്രകാരം ഈ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്, നിഫ്റ്റിയിൽ ഒരു നിയർ ടേമിലെ ട്രെൻഡ് എങ്ങനെയാണ് എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്നത്? അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ന്യൂട്രൽ സെൻറ്റിമെൻ്റാണ് കാണാൻ സാധിച്ചത്. എന്നാൽ 9th ഒക്ടോബറിലും അതുപോലെ 10th ഒക്ടോബറിലുമാണ് ഒരു മൊമെൻറ്റം ക്യാൻഡിൽ, അതായത് വോളിയം ബേസ്ഡ് ബൈയിങ് ആണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ 25,000 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. വേഴ്സ്റ്റ് കേസ് സെനാരിയോയിൽ 24,795 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 25,434 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ലഭിക്കുന്നതെങ്കിൽ ഒരു അപ് ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. കാരണം അതൊരു ഹൈ റിജക്ഷൻ സോണായി, അതൊരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോളിയം ബേസ്ഡ് ക്യാനലിലെ ഹൈ ആയ 25,534 എന്ന ലെവൽ മറികടക്കുന്നതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ. അപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി ഇന്ന് വരേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നിഫ്റ്റിക്ക് ഇന്നലെ ആ ഒരു ലോ ലെവൽസിലാണെങ്കിൽ പോലും ഒരു പരിധിക്ക് മേലെ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാതെ ലിമിറ്റ് ചെയ്ത് നിർത്തിയത് ബാങ്ക് നിഫ്റ്റി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് രേഖ, പിന്നീട് അവിടെ നിന്ന് ഗ്രാജ്വലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നുകൊണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ആ ഒരു ക്ലോസിങ്ങിനടുത്ത് വരെ എത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 15 പോയിൻറ്റ്സിൻ്റെ വളരെ ഫ്ലാറ്റായ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് 56,625 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ സഫാൻ ഇതേ ഫോറത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് എന്ന് പറയുന്നത് അല്പം കൂടി സ്ട്രോങ് ആണ് എന്ന തരത്തിൽ. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വീണ്ടും ഒരു ബുൾ റാലി എക്സ്പെക്ട് ചെയ്യാമോ? തീർച്ചയായും ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ലാസ്റ്റ് 56,391 എന്ന ലെവൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസെൻറ്റ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെൻറ്റം റാലിക്കുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കൂടാതെ ആക്സിസ് ബാങ്ക് പോലുള്ള സ്റ്റോക്സിലെല്ലാം മൊമെൻറ്റം നമുക്ക്, അതായത് ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ഒരു മൊമെൻറ്റമാണ് കാണാൻ സാധിക്കുന്നത്. റീസെൻ്റ്ലി ഈ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 29th മെയ് മുതൽ ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് ലഭിച്ചു കൊണ്ടുവരുന്നത്. വെറും അപ്സൈഡ് റാലി അല്ല, അപ്സൈഡ് റാലി വിത്ത് ഹൈ വോളിയം, അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 56,391 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. യെസ്, അതിനോടൊപ്പം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ നിഫ്റ്റി ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം കൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയാണ്. തുടക്കത്തിൽ ഒരു ഇടിവിലായിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2 മണിക്ക് ശേഷം നിഫ്റ്റിയിൽ ഒരു ഇടിവാണ് ഉണ്ടായതെങ്കിൽ നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിൽ നമുക്കൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. സോ നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയെ എക്സ്പേർട്സ് എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു മേഖലയിലെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3rd സെപ്റ്റംബറിലാണ് ഒരു ബോട്ടം ഫോർമേഷൻ ഈ മേഖലയിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി, വീണ്ടും ഒരു പുൾ ബാക്ക് റാലിയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അത് പ്രൈസ് കോൺട്രാക്ഷൻ ആണ്. 26,922 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയേക്കാൾ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഫിനാൻഷ്യൽ സർവീസ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. അതിന് മുകളിൽ ഒരു അപ്സൈഡ് റാലി ലഭിക്കും എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. കൂടാതെ 26,734 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹൈ ഡിമാൻഡ് സോൺ ആയി, അതായത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയോയിൽ 25,529 എന്നതൊരു ഹൈ ഡിമാൻഡ് സോൺ ആയി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. കാരണം ടെക്നിക്കലി റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും.
സഫാൻ, അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു IT സൂചികയിലെ ഒരു ഇടിവ് എടുത്തു പറയുന്നത്, പ്രത്യേകിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച വാൾ സ്ട്രീറ്റിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഇടിവ്, ഒരു പാനിക് സെല്ലിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇന്നലെ IT സൂചികയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു V ഷേപ്പ് തരത്തിലൊരു ചാർട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 11 മണി വരെ തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇൻഡെക്സ് ആ ഒരു ഇടിവിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ 0.5% മുകളിലൊരു നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റി IT ഇൻഡെക്സിൽ ഉണ്ടായ ഒരു ഇടിവിനെ എങ്ങനെയാണ് എക്സ്പേർട്സ് വിലയിരുത്തിയിരിക്കുന്നത്? ഇന്ന് പ്രത്യേകിച്ചും HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഭേദപ്പെട്ട റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ IT ഇൻഡെക്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇപ്പോൾ എക്സ്പേർട്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഷോർട്ട് ടേം ട്രെൻഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 35,910 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടേം ടാർജറ്റായി എക്സ്പെർട്സ് വിലയിരുത്തുന്നത് 38,436 എന്നതാണ്. റീസെൻ്റ്ലി ഒരു ഷേക്കൗട്ട് ക്യാനൽ ഫോർമേഷനാണ് IT ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ലോവർ ലെവലിന് അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡിമാൻഡ് എടുക്കുന്ന IT ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 34,265 എന്ന ലെവൽ IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം 6 ഒക്ടോബറിൽ ആ ലെവലിൽ നിന്നാണ് ഒരു സ്ട്രോങ് മൊമെന്റ് ക്യാൻഡിൽ ഫോർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽസ് ക്രൂഷ്യലി വാച്ച് ചെയ്യണം. കൂടാതെ 35,910 എന്ന ഹൈ റിജക്ഷൻ സോൺ മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി, ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് HCL ടെക് ആയിരിക്കും. ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് HCL ടെക് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല പാരാമീറ്റേഴ്സിലും TCSനെ പോലെ തന്നെ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷൻ മറികടന്നുകൊണ്ടുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്യാനായിട്ട് HCL ടെക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആദ്യത്തെ IT കമ്പനി, അതായത് അഡ്വാൻസ്ഡ് AI റവന്യൂ, സ്റ്റാൻഡ് അലോൺ റവന്യൂ പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ കമ്പനിയായിട്ട് HCL ടെക് ഇന്നലത്തെ ഒരു റിസൾട്ട് വന്നതോടുകൂടി മാറിയിരിക്കുകയാണ്. $100 മില്യൺ അധികമാണ് ഈ ഒരു അഡ്വാൻസ്ഡ് AI മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ചും ഡേറ്റാ സെൻറ്റർ പോലുള്ള സർവീസ് സെക്ടറിൽ നിന്നുമൊക്കെ ആയിട്ട് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം $2.5 ബില്യൺ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസ് പരിശോധിക്കും 42% ഓർഡർ വിൻ നേടിയിരിക്കുന്നതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പൊതുവെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭേദപ്പെട്ട, ഒരു പക്ഷേ വിചാരിച്ചതിനേക്കാൾ മികച്ച നമ്പേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനേക്കാൾ മികച്ച നമ്പേഴ്സ് തന്നെയാണ് കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ റവന്യൂ ഗൈഡൻസിലടക്കം കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം, അതായത് അവരുടെ ലോവർ എൻഡ് അപ്സൈഡിലേക്ക് നീക്കാനായിട്ട് കമ്പനി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു HCL ടെക്കിൻ്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ അതേ ഒരു ചാർട്ട് റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് HCL ടെക്കിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ HCL ടെക്കിലുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ് എക്സ്പേർട്സ് പറയുന്നത്? സ്റ്റഡി പർപ്പസിനായി HCL ടെക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 27th ജൂണിലാണ് വോളിയം ബേസ്ഡ് സെൽ ഓഫ്, അത് ഹയർ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് പാനിക് സെൽ ഓഫ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലാസ്റ്റ് 1 വീക്കായിട്ട് അത് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. എന്നാൽ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 വീക്കായിട്ട് ഒരു മൊമെന്റം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. അത് റീസെന്റ് ഫോം ചെയ്ത ക്യാൻഡിൽസ് എല്ലാം ഒരു മൊമെന്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ്. വോളിയം ആക്ഷനും നമുക്ക് റീസെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1504 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആണ്. അത് മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ 1752 എന്ന ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. അതായത് 1752 എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സെവൻ നമ്മൾ ഓൾറെഡി ബാങ്കിൻ്റെയും ഒപ്പം തന്നെ BFSI സെഗ്മെൻ്റൊക്കെ കേസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം, ഒരു പക്ഷേ നാളുകളായിട്ട് ഒരു പക്ഷേ ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ട് എന്നതിന് ശേഷം വളരെ ശക്തമായിട്ട് തിരിച്ചറിവ് നടത്താൻ ശ്രമിക്കുന്ന ഒരു ഓഹരിയാണ് ആക്സിസ് ബാങ്കിൻ്റെ ഓഹരികൾ. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ പൊതുവെ നിഫ്റ്റിയിലടക്കം ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും 0.5% മുകളിൽ, അതായത് കൃത്യം പറയുകയാണെങ്കിൽ ഏകദേശം 0.8% നേട്ടം നൽകിക്കൊണ്ടാണ് ആക്സിസ് ബാങ്ക് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇന്നലത്തെ ഒരു ചാർട്ട് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നിഫ്റ്റി ബാങ്കിൻ്റെ അതേ ചാർട്ട്, അത് പാറ്റേൺ ഫോളോ ചെയ്യുന്ന തരത്തിലൊരു മൂവ്മെൻ്റ് ആണ് ആക്സിസ് ബാങ്ക് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. സോ ആക്സിസ് ബാങ്ക് ഓഹരികളുടെ ഒരു അണ്ടർ പെർഫോമൻസ് അവസാനിച്ചുവോ എന്താണ് ടെക്നിക്കലി എക്സ്പേർട്സ് പറയുന്നത്? ഈ ഒരു സ്റ്റോക്ക് ഡോ തിയറി പ്രകാരമുള്ള ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത്. റീസെന്റ് നല്ലൊരു സ്ട്രോങ് മൊമെന്റം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്കിൽ പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും.
ഇതൊരു പ്രോപ്പർ വോളിയം ആക്ഷൻ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണുള്ളത്. 1237 എന്ന ഹൈ ലെവൽ മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൊമെന്റം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഫാൻ, അതിനോടൊപ്പം തന്നെ PSU ബാങ്കിലെ ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ആദ്യത്തേത് യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാര്യമായ തോതിലൊരു മുന്നേറ്റമൊന്നും കാണാതെ ഒരു ലോ ടോണിൽ ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേജിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സോ യൂക്കോ ബാങ്കിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? ആദ്യം PSU ബാങ്കിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് PSU ബാങ്ക് ട്രേഡ് ചെയ്തത്. അതായത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 7246 എന്നതൊരു ഹൈ സപ്പോർട്ട് സോണായി PSU ബാങ്ക് മേഖലയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. കറന്റ് ബുള്ളിഷ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത്. ഇനി UK ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ചാർട്ടായിട്ടാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 31 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൊമെന്റം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 29 എന്നതൊരു ഹൈ സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. വോളിയം ആക്ഷൻസ് എല്ലാം പ്രോപ്പർ ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കറന്റ് ഒരു ഷോർട്ട് ടേം റാലി സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഇന്നലെ PSU ബാങ്ക് ഇൻഡെക്സിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് മാറിയ ഇന്ത്യൻ ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ, അതായത് ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബറും ഒപ്പം തന്നെ ഈ ഒരു ഒക്ടോബർ പകുതി വരെയുള്ള സമയം പരിശോധിക്കുമ്പോഴേക്കും PSU ബാങ്കിനെ ബാങ്ക് നിഫ്റ്റിയൊക്കെ അപേക്ഷിച്ചിട്ട് പൊതുവെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സൈലന്റ് റണ്ണർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തെ ട്രേഡിംഗ് സെഷനിലെ ഒരു മൂവ്മെൻറ്റ് എടുത്ത് പറയേണ്ടതാണ്. വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താനായിട്ടും ഈ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള ടെക്നിക്കലി എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതായത് വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ ഒരു സ്റ്റോക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ 653 എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് അതിനുശേഷം ഒരു ബ്രേക്ക്ഔട്ട്, അതിനുശേഷം പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ എക്സാക്ട് പറയുകയാണെങ്കിൽ 29th ഓഗസ്റ്റിലാണ് ഒരു പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനുശേഷം 676 എന്ന ഇമ്പോർട്ട് ലെവലും മറികടന്ന് വീണ്ടും ഒരു ബുൾ റണ്ണാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താവുന്ന ചാർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി പർപ്പസിനായി ഇങ്ങനത്തെ സ്റ്റോക്സിന്റെ ചാർട്ട് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറന്റ് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ഫസ്റ്റ് പെർഫോമിംഗ് PSU ബാങ്ക് ഓഹരി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 1% മുകളിലൊരു നഷ്ടത്തിലേക്കാണ് ഓഹരി നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേജിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 19 ഒരു മൂവ്മെൻറ്റ് നടത്തിയിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം പിന്നീട് പ്രധാനമായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുള്ള ടെക്നിക്കലി ഒരു വ്യൂ എന്താണ്? ഒരു ബേസ് ഫോർമേഷൻ പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. 2 ഇമ്പോർട്ടൻറ്റ് ഹഡിൽസ് ഉണ്ട്, 41 അതുപോലെ 44. ഈ മേഖല മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറന്റ് ന്യൂട്രൽ വോളിയം ഇൻഡിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ക്യാൻഡിൽ, അതായത് 41 എന്ന ലെവൽ മറികടക്കുക, ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു ബുൾസിൻ്റെ ഡൊമിനൻസ് നമുക്ക് കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 3 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ഈ ഓഹരിയിൽ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം ഇന്നലെ വരെ ഒരു നേട്ടം പരിശോധിക്കുന്നത് 10% അല്ലെങ്കിൽ 11% മുകളിലുള്ളൊരു റിട്ടേൺ ആണ് ഈ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് കൊണ്ട് ഫെഡറൽ ബാങ്ക് ഓഹരികൾ ഉണ്ടായിരിക്കുന്നത്. സോ ഫെഡറൽ ബാങ്ക് ഓഹരികളുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 4th ഓഗസ്റ്റിലാണ് ഒരു ബോട്ടം ക്യാൻഡിൽ ഫോം ചെയ്തത്. ഒരു സ്ട്രോങ് വോളിയം ആക്ഷൻ ആയിരുന്നു. അതിനുശേഷം അവർ ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫെഡറൽ ബാങ്കിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 1 വീക്കായിട്ട് അനിൽ സൂചിപ്പിച്ച പോലെ കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിക്കുന്നത്. പ്രോപ്പർ വോളിയം ആക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ കറന്റ് ലെവൽ എൻട്രി പ്രിഫറബിൾ അല്ല എന്നാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്. 216 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബുൾ റൺ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.
സഫാൻ, അതിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് വാരി റീനബിൾ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഒരു സ്റ്റെല്ലാർ പ്രകടനമായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ മറ്റ് ഇൻഡെക്സുകളും പ്രധാന ഇൻഡെക്സുകളും ഒക്കെ തന്നെ ഒരു ലോ ടോൺ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തുകയും 8% മുകളിലൊരു നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് വാരി റീനബിൾസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് അധികകാലമായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇന്നലെ ഇതേ ഓഹരിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് ഇതിലുള്ളതെന്നാണ് എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്നാണ് ഇന്നലെ സഫാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ വാക്കുകൾ ശരിവെക്കുന്നിടത്തുള്ള മൂവ്മെന്റ് തന്നെയാണ് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ വാല്യൂ റീനബിൾ ടെക്നോളജീസിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? എക്സ്പേർട്സ് ഇനി നിലവിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോക്ക് അനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ നല്ലൊരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ആണ് ലാസ്റ്റ് ഡേ കാഴ്ചവെച്ചത്. ഇനി ഈ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുന്നത് 1268 ഈ മേഖല വീണ്ടും മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നാൽ പോലും 1144 എന്നതൊരു സ്ട്രോങ് ഡിമാൻഡ് സോണായി, അതായത് സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്ക് ഒരു ബുള്ളിഷ് സ്റ്റേറ്റിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് വാച്ച് ചെയ്യേണ്ട ലെവൽ 1268 ഈ മേഖല മറികടക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു മൊമെന്റം റാലിക്കുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഐനോക്സ് ഗ്രീനിലേക്ക് കൂടി വരികയാണ്. ഐനോക്സ് ഗ്രീനിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ 18th സെപ്റ്റംബറിലാണ് ഒരു സ്ട്രോങ് മൊമെന്റം ഗ്യാൽ ഫോർമേഷൻ ലഭിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 209 എന്നതൊരു ഹൈ സപ്പോർട്ട് സോണായി ആക്ട് ചെയ്തിട്ടുണ്ട്. കറന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് ആണ്, അതൊരു പാരബോളിക് റാലി സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ലാസ്റ്റ് ഡേ അപ്പോഴും ലാസ്റ്റ് 10 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിയേറ്റേക്കാൾ കൂടുതലാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുക കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ലെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സഫാൻ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഒല ഇലക്ട്രിക് ആണ്. ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഇടിവിന് ശേഷം ഇന്നലെ ഒരു 1% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ടെമ്പററി മൂവ്മെൻറ്റ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്? അതിനോടൊപ്പം തന്നെ എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ് ഈ ഒരു ഓഹരിയിൽ? അതെ അനില, ലാസ്റ്റ് ഡേ ഫോം ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ അത്ര സ്ട്രോങ് അല്ല, അതായത് വോളിയം ആക്ഷൻ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ല. കറന്റ് വീക്ക് വോളിയം ആക്ഷൻസ് ആണ് ഒല ഇലക്ട്രിക്കിൽ കാണാൻ സാധിക്കുന്നത്. ഒലയെ ഇനി ഒരു പോസിറ്റിവിറ്റി വരണമെങ്കിൽ 54 എന്ന ഇമ്പോർട്ട് ലെവൽ മറികടക്കണം. കൂടാതെ ഒരു സ്ട്രോങ് വോളിയം ആക്ഷൻ ലഭിച്ചാൽ മാത്രമേ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. സ്ട്രോങ് സപ്പോർട്ട്, അതായത് നിയർ ടേം സപ്പോർട്ടായി 47 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സരിഗമയുടെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. സരിഗമയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ജൂൺ 4 ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്കൊരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു കൺസോൾട്ടേറ്റഡ് ലെവലിലേക്ക് പോയിരുന്നു എങ്കിൽ പോലും സെപ്റ്റംബർ 18 ശേഷം വീണ്ടും ആ ഒരു കൺസോൾട്ടേറ്റഡ് ഫേസിൽ നിന്ന് വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു 1.5% മുകളിലുള്ളൊരു നേട്ടം നൽകാനായിട്ട് സരിഗമയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു നേട്ടത്തെ ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ എക്സ്പേർട്സ് വിലയിരുത്തിയിരിക്കുന്നത്? അതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സ് ഉള്ള ഒരു സാധ്യത സരിഗമയുടെ ഓഹരികളിൽ എക്സ്പേർട്സ് കാണുന്നുണ്ടോ? അതെ, ഒരു ഷോർട്ട് കവറിംഗ് ആണ് സരിഗമയിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഹയർ ലെവലിൽ നല്ല വോളിയം ബേസ്ഡ് സെൽ ഓഫ്, എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 18th സെപ്റ്റംബറിലാണ് ഹൈ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. കൂടാതെ മീഡിയ സൂചികയിൽ നമുക്ക് ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സരിഗമയിൽ 502 എന്ന മേഖല മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറന്റ് ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. കൂടാതെ 502 എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു മുകളിൽ ഒരു സ്ട്രോങ് വോളിയം ആക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഇൻട്രാഡേയിൽ ഏകദേശം 3.5% മുകളിലുള്ളൊരു നേട്ടം നൽകിയൊരു ഓഹരി കൂടിയായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു സെപ്റ്റംബർ 19 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ ഒരു കൺസോൾട്ടേറ്റഡ് മൂവ്മെൻറ്റ് ആണെങ്കിൽ ഒരു സൈഡ് ബൈ സൈഡ് മൂവ്മെൻറ്റ് ആണ് ഈ ഓഹരിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്?
ഒരു ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഒരു സ്ട്രോങ് മൊമെന്റം ക്യാൻഡിൽ, അത് കറന്റ് ലാസ്റ്റ് ഡേ അപ്പോലും ലാസ്റ്റ് 10 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിറ്റേക്കാൾ കൂടുതലാണ്. കൂടാതെ ഒരു ലാർജ് ബേസ് ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിൽ കറന്റ് ഒരു റൗണ്ട് ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 236 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൊമെന്റം ബസ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ്, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് മറ്റ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പ്രോപ്പർ മൊമെന്റം അതായത് വോളിയം ആക്ഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 236 എന്നതാണ് ഇമ്പോർട്ട് ലെവൽ. അത് മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ലാർജ് ബേസ് ബ്രേക്ക്ഔട്ട് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സഫാൻ, ഇന്നലെ ഇതേ ഫോറത്തിൽ നമ്മൾ സംസാരിച്ചൊരു ഓഹരിയായിരുന്നു BSEയുടെ ഓഹരികൾ. BSEയുടെ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഇൻട്രാഡേയിൽ വളരെ മികച്ചൊരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് BSE എന്ന് പറയുന്നത്. ഏകദേശം 3.5% മുകളിലുള്ളൊരു നേട്ടമാണ് BSE ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞൊരു ഒക്ടോബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും 22% കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഈ ഒരു ഓഹരിയിൽ ഒരു നേട്ടം അല്ലെങ്കിൽ റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. സോ BSE ഓഹരികൾ വീണ്ടും അതിൻ്റെ ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണോ അതോ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലൊരു സമയമായിട്ടുണ്ട്? എന്താണ് എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 1 വീക്കായിട്ട് സ്ട്രോങ് വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോക്കറ്റ് പിവട്ട് വോളിയം ആക്ഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ ലാസ്റ്റ് ഡേയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 2274 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈ ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പരബോളിക് റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറന്റ് ഒരു ഷോർട്ട് ടേം റാലി സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മെറ്റൽ സെക്ടർ എന്നുള്ള ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചുള്ള ഒരു വ്യൂവിലേക്കാണ് പോകുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും സെപ്റ്റംബർ 1 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മാസീവ് സെല്ലിംഗ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതുവരെ നൽകിയ നേട്ടം ഒരു ഹൈ ലെവൽ ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്നലെയും ഒരു 1% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ടാണോ ഈ ഒരു ഇടിവിനെ എക്സ്പേർട്സ് കാണുന്നത്? തീർച്ചയായും കറന്റ് ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുൾ ബാക്ക് സ്റ്റേറ്റിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പോലും 310 എന്നത് നിയർ ടേം സപ്പോർട്ടായും ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ 281 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയർ ടേം സപ്പോർട്ടായി 310 എന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റുമായി അവരുടെ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ എൻറ്റിറ്റിയുടെ ആ ഒരു റെക്കോർഡ് ഡേറ്റ് ഇന്നാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒക്ടോബർ 3 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും 2.5% മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ടാറ്റ മോട്ടോഴ്സിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക് ചാർട്ട് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഹയർ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ്, ഈവൻ ലാസ്റ്റ് ഡേ പോലും ഒരു സ്ട്രോങ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിയർ ടേം സപ്പോർട്ടായി 627 എന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി അപ്സൈഡ് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ 739 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോൺ ആണ്. ഈ ലെവലിൽ നിന്നാണ് ഹയർ ലെവലിൽ നല്ല വോളിയം ബേസ്ഡ് സെൽ ഓഫ് നടന്നത്. അതുകൊണ്ട് തന്നെ 739 എന്ന മേഖല മറികടന്നാൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ ടാറ്റ മോട്ടോഴ്സിൽ ഇനി ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കാരണം ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ്, അതായത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. സഫാൻ, ലാസ്റ്റായിട്ട് ആസ്റ്റർ DM ഹെൽത്ത് കെയറിലൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ജൂലൈ മുതൽ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൻ്റെ പകുതി വരെയും വളരെ കൺസോൾട്ടേറ്റഡ് ഫേസിലായിരുന്നു. പക്ഷേ സെപ്റ്റംബർ പകുതിക്ക് ശേഷം അവിടെ നിന്നൊരു മുന്നേറ്റം നടത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ 30 മുതൽ ഇന്നലെ വരെയുള്ള ട്രേഡിംഗ് സെഷൻസിലായിട്ട് 10% മുകളിൽ റിട്ടേൺ ആണ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിലും 2% നേട്ടം നൽകിയിട്ടുണ്ട്. സോ ആസ്റ്റർ DM ഹെൽത്ത് കെയറിലുള്ള ടെക്നിക്കൽ വ്യൂ എന്താണ്, എക്സ്പേർട്സ് എന്താണ് പറയുന്നത്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 6 ഒക്ടോബറിലാണ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ, അതായത് ലാർജ് ബേസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്.
കൂടാതെ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. ലാസ്റ്റ് ടൈം ഒരു സ്ട്രോങ് മൊമെന്റൊക്കെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ 651 എന്നത് നിയർ ടേം സപ്പോർട്ടായി, അത് ഒരു ഹൈ ഡിമാൻഡ് സോൺ ആയി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റീസെന്റ് ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തത് VCP ബ്രേക്ക്ഔട്ട് ആണ്, ഇത് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ബേസ് ബ്രേക്ക്ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് കറന്റ് ട്രേഡ് ചെയ്യുന്നത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.